ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ടുള്ള കളങ്കാവൽ സിനിമയുടെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് 11/11 റിലീസ് ചെയ്യുമെന്നായിരുന്നു ഇന്നലെ മമ്മൂട്ടി പേജിലൂടെ നമ്മൾ കണ്ടത്. അപ്പം ഞാൻ മമ്മൂട്ടി പേജ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഉള്ളൂ 11/11 ആകാനായിട്ട്. അപ്പം പോസ്റ്ററിന് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മളെ ശരിക്കും ഞെട്ടിച്ചൊരു പോസ്റ്ററാണ്. കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ഈ സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിനായകനാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. 21 നായികമാരാണ് മമ്മൂക്കയോടൊപ്പം ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് മമ്മൂക്കയായിട്ട് കൂടുതൽ നായികമാരെ അഭിനയിച്ചിട്ടുള്ളത് പഴയ കുട്ടേട്ടൻ എന്ന സിനിമ ആയിരിക്കും. പക്ഷെ അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് മമ്മൂക്ക ഫുൾ നെഗറ്റീവ് ഷെയ്ഡായി. സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഈ സിനിമയിൽ ഈ നായികമാരെ എല്ലാം കൊന്നു കളയും, എന്നിട്ട് അവരുടെ സ്വർണ്ണമൊക്കെ അപഹരിച്ചെടുക്കും, എന്നിട്ട് പുള്ളി എസ്കേപ്പ് ആകുകയാണെന്നൊക്കെയാണ് ഓരോരുത്തരിങ്ങനെ ഇതിൻ്റെ പടരുന്നത്. എന്താണെങ്കിലും കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിംഗിലാണ്. നമ്മളെ ഞെട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോസ്റ്റർ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. അതായത് ഫസ്റ്റ് ലുക്ക് നമ്മളെ ഞെട്ടിച്ചൊരു പോസ്റ്ററാണ്. ആ ഒരു പോസ്റ്ററിനകത്ത് മമ്മൂക്ക സിഗരറ്റ് കഴിച്ച് പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ, അത് മാസം എന്ന് പറഞ്ഞാൽ പോരാ, അത് കൊടൂര മാസമായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ ആയിരിക്കുമോ സെക്കൻഡ് ലുക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നും. ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊരു നോർമൽ പോസ്റ്റർ ആയിരിക്കും ഇത് ഇറക്കാൻ പോകുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു മാസ് പോസ്റ്റർ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നമുക്കത് അങ്ങനെ തന്നെ ആണോ എന്ന് നോക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ പേജ് നോക്കിക്കൊണ്ടിരിക്കുക. അതെ, സാധനം എത്തിയിട്ടുണ്ട്. കളങ്കാവൽ മമ്മൂട്ടി കമ്പനി, ഇതാണ് ആ പോസ്റ്റർ സെക്കൻഡ് ലുക്ക്. ഞെട്ടിയോ എന്ന് ചോദിച്ചാൽ ഞെട്ടിയില്ല എന്നേ പറയാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കറിയാം ഇതൊരു നോർമൽ പോസ്റ്റർ ആയിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത്. പക്ഷേ ദൂരമൊക്കെ ആ ഒരു കണ്ണിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഫുള്ള് ഫേസ് കാണിച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ്. ഒരു സൈഡ് ഇച്ചിരി മാസ്ക് ആയിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ കിടുവാണ് കേട്ടോ. കാരണം മറ്റേ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയതിൻ്റെ വേറൊരു സാധനമാണ് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത്. പക്ഷെ അത്രത്തോളം ഒരു മാസ് കാണിക്കുന്ന ഒരു പോസ്റ്ററായിട്ട് ഇത് കാണിക്കുന്നില്ല. നിഗൂഢതകൾ ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന ഇന്ത്യൻ സിനിമയിലെ വേറിട്ട ഒരു കഥാപാത്രവുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് മമ്മൂക്ക എത്തുന്നത്. ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന ആ ഒരു പുതിയ ഡയറക്ടർ, ഒരുപാട് പുതിയ ഡയറക്ടർമാർക്ക് അവസരം കൊടുക്കുന്ന ഒരു നടനാണ് നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്ക. അതുപോലെ തന്നെ കുറുപ്പ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറാണ് ഈ ജിതിൻ കെ ജോസ്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ. ഈ ഒരു സ്ക്രിപ്റ്റ് മമ്മൂക്കടുത്ത് പറയുമ്പോൾ ഇത് പുള്ളി തന്നെ ചെയ്തോളാം, ഇത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്താണെങ്കിലും വലിയ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ കത്തിക്കയറും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു നോർമലായിട്ടുള്ളൊരു സാധനമാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന ഒക്കെ വലിയ വലിയ സാധനങ്ങളാണ്. അതെന്തായാലും ചെറിയൊരു കളിയല്ല കളങ്കാവലിനകത്ത് മമ്മൂക്ക നമ്മുടെ മുമ്പിൽ അഴിഞ്ഞാടാൻ പോകുന്നെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കോളാം. അതിൻ്റെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഈ സിനിമയിൽ മമ്മൂക്ക 21 നായികമാരെത്തുന്നു. ആ 21 നായികമാരെയും പുള്ളി കല്യാണം കഴിച്ച് അവരുടെ സ്വർണ്ണമൊക്കെ അപഹരിച്ചിട്ട് കൊടൂരമായ രീതിയിൽ കൊന്നു കളയുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കളങ്കാവലിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് വലിയ മാസ് സംഭവം കാണിക്കുന്നൊന്നുമല്ല, ഒരു നോർമൽ പോസ്റ്ററാണ്. പക്ഷേ ആ ഒരു പോസ്റ്ററിൽ നമുക്കത് ആ ഒരു കണ്ണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ആ ഒരു ചിരി, കാരണം പുള്ളിയുടെ ചിരിക്കകത്ത് അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് കണ്ടിട്ടുള്ള ബസൂക്കായിൽ മമ്മൂക്ക വരുമ്പോൾ ഒരു ചിരിയുണ്ട്. അപ്പം അതുപോലെ കൊടുമൻ പോറ്റിയിലുള്ളൊരു ചിരി, ഈ ചിരി തന്നെ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു ചിരിയാണ്. ഞാൻ എന്തൊക്കെയോ ഒരു സംഭവം ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു ചിരിയാണ് ആ ഒരു ഫേസിൽ കാണിക്കുന്നത്. ഒരു ഡാർക്ക് പോസ്റ്ററാണ് കാണിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കളങ്കാവലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സിനിമ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 100% ഗ്യാരണ്ടിയാണ് ഈ ഒരു സിനിമ. കാരണം മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ഗ്യാരണ്ടി സിനിമകൾ തന്നെയാണ്. അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ് കുറച്ചെങ്കിലും, പക്ഷെ ആ സിനിമ സാമ്പത്തിക നേട്ടമാണെങ്കിൽ പോലും പ്രേക്ഷകർ ഏറ്റെടുക്കാത്ത ഒരു സിനിമയാണെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും, ഇപ്പം ഈവൻ കാതൽ എന്ന് പറയുന്നൊരു സിനിമ ആണെങ്കിൽ പോലും കഥാമൂല്യവും അതിൻ്റെ ആ കഥയിലുള്ള ഒരു കാമ്പും അത് മനസ്സിലാക്കി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ കൂടെയാണ് നമ്മുടെ മമ്മൂക്ക. അതുകൊണ്ട് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ടുള്ള കളങ്കാവലിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ പോസ്റ്റർ കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷവുമായും കളങ്കാവലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും